ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലൻ ഭാവനം നാഥ നിന്നെ എതിരേൽക്കുവാൻ. യോഗ്യമല്ലൻ ഭാവനം നാഥ നിന്നെ എതിരേൽക്കുവാൻ. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നിത്യസ്തുതികർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന കൂദാശയായ ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമായി സത്യമായി എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ആത്മാവിൻ്റെ ഭോജനവും ഞങ്ങളുടെ രക്ഷയും പ്രത്യാശയും ശക്തിയും ബലവുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗം തുറന്ന് ത്രിത്വൈക ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം ഇതാ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മോട് കൂടെ ആയിരിക്കുന്നു. നിനക്ക് എൻ്റെ കൃപ മതി എന്ന് അരുളി ചെയ്യുന്ന തമ്പുരാൻ സത്യമായിട്ടും ഇതാ എൻ്റെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയത്തക്ക വിധത്തിൽ ഈ തൂവെള്ള അപ്പത്തിൽ ഇവിടെ എൻ്റെ മുൻപിലായിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ നേത്രത്താലെ ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്കറിയാം, അനുഭവിക്കാം. സ്വർഗത്തിലെ അനേക വൃന്ദം മാലാഖമാരാൽ അനവരതം പാടി സ്തുതിക്കപ്പെടുന്നവനായ ഈ ദൈവത്തെ, ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യത്തെ ഹൃദയപൂർവം നമുക്കും ചേർന്ന് ആരാധിക്കാം. ആരാധനകളിൽ വാഴുന്ന തമ്പുരാൻ, സ്തുതികളിൽ വാഴുന്ന തമ്പുരാൻ, നമ്മുടെ എളിയവരും പാപികളും ബലഹീനരും അശക്തരുമായ നമ്മുടെ സ്തുതികളിൽ
അവിടുന്ന് സംപ്രീതനാകട്ടെ. നമുക്കൊന്ന് ചേർന്ന് ഈ ദൈവത്തെ, ത്രിത്വൈക ദൈവത്തെ പാടി ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയത്തക്ക വിധത്തിൽ ഈ അപ്പത്തിൻ രൂപത്തിൽ സജീവനായ ദൈവം കൂടെയായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ ഈ ദിവ്യകാരുണ്യത്തോട് നമുക്ക് ചേർത്തു പിടിക്കാം. മറ്റെല്ലാ ചിന്തകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈ ജീവിക്കുന്ന സജീവ ദൈവത്തോട് ചേർന്ന് ഈ ആരാധനയുടെ നിമിഷങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാം. സ്നേഹമുള്ളവരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിന്റെ 11-ാം അധ്യായം 6-ാം വാക്യം നമ്മോട് ഇപ്രകാരം പറയുന്നു: വിശ്വാസത്താൽ അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നിന്റെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ ദൈവത്തിന് ഏറ്റവും പ്രസാദികരമായ കാര്യമെന്ന് പറയുന്നത് നിന്റെ വിശ്വാസമാ. ഈ അപ്പത്തിൻ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് നിന്റെ സൃഷ്ടാവാണെന്നും നിന്റെ രക്ഷകനാണെന്നും നിന്റെ പരിപാലകനാണ് എന്നും നിന്റെ ആശ്വാസദായകനാണ് എന്നും നീ വിശ്വസിച്ചാൽ, ഇതാ അതിൽ പരം അനുഗ്രഹത്തിൻ്റെ നിറവ് മറ്റൊന്നുമില്ല. ഈ വിശ്വാസത്താൽ അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന് ദൈവം ഇന്ന് എൻ്റെ മനസ്സോട് അരുളി ചെയ്യുന്നു. ഈ ദൈവത്തെ ഹൃദയമുണർത്തി നീ ഒന്ന് വിശ്വസിക്കുന്നെന്ന് ഏറ്റുപറഞ്ഞ്, ഈ സ്നേഹിക്കുന്ന ദൈവത്തെ നീ വിശ്വസിക്കുന്നുവെന്ന് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് നിന്റെ ജീവിതത്തിലെ തീരാ പ്രശ്നങ്ങളെ തമ്പുരാൻ എടുത്തു മാറ്റും. നമ്മൾ വചനത്തിൽ കാണുന്ന 3 കാര്യങ്ങളെ തമ്പുരാനെ നിന്റെ സന്നിധിയിലെ വിശ്വാസത്തോടെ ഞങ്ങൾ ഏറ്റുപറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തില് ജായിറൂസിന്റെ മകള് മരിച്ച വാർത്തയുമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് ഓടിയണഞ്ഞവരോട് ജായിറൂസിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തമ്പുരാൻ പറഞ്ഞു, നിന്റെ മകള് മരിച്ചിട്ടില്ല, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. മരണത്തിൻ്റെ വാർത്തയുമായി എത്തിയവരോട് തമ്പുരാനെ അങ്ങ് അരുളി ചെയ്തു, നീ വിശ്വസിക്കുക എന്ന്. തമ്പുരാനെ, മരിച്ചിട്ടടക്കപ്പെട്ട ലാസറിന്റെ കുഴിമാടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കരയുന്ന സഹോദരിമാരോട് നീ അരുളി ചെയ്തു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. മരിച്ചിട്ട് അടക്കപ്പെട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞ് അഴിഞ്ഞു തുടങ്ങിയ ലാസറ്, കെട്ടപ്പെട്ട് കിടന്നിരുന്ന ലാസറ്, അഴിഞ്ഞ ലാസറ്, തമ്പുരാനെ ആ സഹോദരിമാരുടെ വിശ്വാസത്തിൻ്റെ തികവില് കല്ലറകളിൽ നിന്ന് ഉയർത്തു പുറത്തേക്ക് വന്നു. തമ്പുരാനെ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം
അവിടെ ദർശിച്ചു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായത്തില് തമ്പുരാനെ അസ്ഥികളുടെ ഒരു താഴ്വാരം കാണുന്നു. നീ ഞങ്ങളെ കാണിക്കുന്നു. മരിച്ച് അടക്കപ്പെട്ട് ചീഞ്ഞ് അളിഞ്ഞ് മാംസം വേർപെട്ട് എവിടെയൊക്കെയോ മാറിക്കിടന്ന അസ്ഥിക്കൂട്ടങ്ങളെ നോക്കിക്കൊണ്ട് പ്രവചിക്കുവാൻ നീ എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞുവെങ്കിൽ ആ പ്രവചനം അനുസരിച്ച എസെക്കിയേൽ കണ്ടത് കിരികിരാ ശബ്ദത്തോടെ ആ അസ്ഥികള് ഒന്നിച്ചു ചേർക്കപ്പെട്ടതും പിന്നീടും വചനം പ്രസംഗിച്ചപ്പോ അതിലേക്ക് മാംസം വെച്ചതും ഞരമ്പ് വച്ചതും ത്വക്ക് വച്ചതും ജീവൻ വച്ചതുമാ. തമ്പുരാനെ, വിശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവിനെ നീ എന്തുമാത്രമാ ഞങ്ങൾക്ക് കാണിച്ചു തരിക. ബർദമിയൂസ് എന്ന അന്ധയാചകനോട് നീ അരുളി ചെയ്തു, നിന്റെ വിശ്വാസം വലുതാ, നീ ആഗ്രഹിച്ചതുപോലെ ഭവിക്കട്ടെ. അന്ധന്റെ കണ്ണുകൾ തുറന്നു. കാനാൻകാരി സ്ത്രീയോട് പറഞ്ഞു, നിന്റെ വിശ്വാസം വലുതാ, നീ വിശ്വസിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. യേശുവേ, ശതാധിപതിനോടും അങ്ങ് അരുളി ചെയ്തല്ലോ, ഇസ്രായേലിൽ ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ. തമ്പുരാനെ, നിന്റെ മുമ്പിലായിരിക്കുന്ന എളിയവരും പാപികളും അശക്തരുമായ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ഒരു കടുകുമണിയോളമെങ്കിലും വിശ്വാസത്തിൻ്റെ തലം ഞങ്ങളിൽ വളർത്തണമേ തമ്പുരാനെ. സ്നേഹമുള്ളവരെ, തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഹൃദയമുണർത്തി പ്രാർത്ഥിക്കാം. വിശ്വാസത്താൽ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയമുണർത്തി ഒന്ന് ചേർന്ന് ഗായക സംഘത്തോട് ചേർന്ന് വിശ്വസിക്കുവാൻ, വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ച് കിട്ടുവാൻ ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ഒന്ന് ചേർന്ന് പാടാം. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിലേക്ക്, വേദനകളിലേക്ക്, സങ്കടങ്ങളിലേക്ക് മാറ്റുവാൻ കഴിയാത്ത നീറുന്ന നെരിപ്പോടിൻ്റെ തലങ്ങളിലേക്ക്, കണ്ണുനീരിൻ്റെ അവസ്ഥകളിലേക്ക് നമുക്ക് വിശ്വാസപൂർവ്വം പാടി പ്രാർത്ഥിക്കാം. തമ്പുരാൻ അനുഗ്രഹമായിട്ട് പെയ്തിറങ്ങും, ആശ്വാസമായിട്ട് ചേർത്ത് പിടിക്കും. നിന്റെ ദൈവമാ, നിന്റെ സൃഷ്ടാവാ, നിന്റെ പരിപാലകനാ. ഇന്നെൻ്റെ ഹൃദയത്തോട് നിനക്ക് എൻ്റെ കൃപ മതി എന്നരുളി ചെയ്യുന്ന ഈ ദിവ്യകാരുണ്യനാഥനോട് ഒന്ന് ചേർന്ന് നമുക്കൊരിക്കൽ കൂടി വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, വിശ്വസിച്ച അനുഗ്രഹം പ്രാപിക്കുവാൻ ആഗ്രഹിച്ചു പാടാം.
വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. യേശുവേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. യേശുവേ, നെഞ്ചുരുകി നമുക്ക് പാടാം. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. നിത്യസ്തുതികർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഞങ്ങൾ കാണുന്നു, ആബേല് കായേലിനേക്കാൾ അങ്ങേക്ക് പ്രീതികരമായ ബലി അർപ്പിച്ചത് വിശ്വാസത്താൽ പ്രതിയാണ് എന്ന്. തമ്പുരാനെ, ആബേല് കായേലിൻ്റെനേക്കാൾ അങ്ങേക്ക് പ്രീതികരമായ ബലി അർപ്പിച്ചത് ആബേലിൻ്റെ വിശ്വാസത്താൽ പ്രതിയാണ് എന്ന് തമ്പുരാനെ ഞങ്ങൾ അറിയുന്നു, മനസ്സിലാക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഓരോ ബലികളും തമ്പുരാനെ, ഞങ്ങൾ അങ്ങയുടെ തിരുസാന്നിധ്യത്തിന് മുമ്പിലായിരിക്കുന്ന ഈ നിമിഷങ്ങളും അങ്ങേക്ക് ഏറ്റവും പ്രീതികരമാകുവാൻ ഞങ്ങളുടെ വിശ്വാസമല്ലാതെ മറ്റൊന്നിനും സാധിക്കില്ല എന്ന് തമ്പുരാനെ ഞങ്ങൾ അറിയുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. തമ്പുരാനെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നെഞ്ചുരുകി ശിഷ്യന്മാരെ പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. തമ്പുരാനെ, അതിന് കാരണവും അങ്ങയുടെ വചനം തന്നെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 8-ാം വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ വീണ്ടും നീ ഭൂമിയിൽ വരുമ്പോ വിശ്വാസം കണ്ടെത്തുമോ? തമ്പുരാനെ, ഇടനെഞ്ചില് കഠാരയിറങ്ങുന്ന ഒരു സങ്കടത്തിന്റെ നൊമ്പരത്തെ, ഒരു വലിയ ദുഃഖത്തിന്റെ ആഴത്തെയൊക്കെ ഞങ്ങൾ കാണുകയാ. മനുഷ്യപുത്രൻ വീണ്ടും ഭൂമിയിൽ വരുമ്പോ വിശ്വാസം കണ്ടെത്തുമോ എന്ന് തമ്പുരാനെ, വിശ്വസിച്ച് അനുഗ്രഹം പ്രാപിച്ച് നിന്റെ സ്വന്തമായിട്ടു ജീവിക്കുവാൻ ഞങ്ങൾക്ക് ബലം തരണമേ. തമ്പുരാനെ, ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിന് നേരെ വീശിയടിക്കുന്ന കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുവാൻ തമ്പുരാനെ നീ ഞങ്ങൾക്ക് വിശ്വാസം തരണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. തമ്പുരാനെ, ഞങ്ങളുടെ മുമ്പിൽ സത്യമായിട്ടും എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ ദിവ്യകാരുണ്യം തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിന് നേരെ വീശിയടിക്കുന്ന കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിന് ആശ്വാസം നൽകാൻ, ആ ശിഷ്യന്മാരെ അങ്ങയെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചപ്പോൾ പെട്ടെന്ന് വള്ളം രക്ഷയുടെ തീരത്തണഞ്ഞതുപോലെ രക്ഷയുടെ തീരത്തേക്ക്, സ്വർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് എത്തിക്കുവാൻ കഴിവുള്ള ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. വിശ്വാസം വർദ്ധിപ്പിച്ചു കിട്ടി ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. ഞങ്ങൾ ഒരിക്കൽ കൂടി പാടുന്നു, നാഥ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ
വിശ്വാസം വർദ്ധിപ്പിക്കണേ. നെഞ്ചുരുകി യേശുവേ, അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. യേശുവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നമുക്ക് ദിവ്യനാഥൻ്റെ ആശീർവാദത്തിന് ഹൃദയപൂർവം ഒരുങ്ങി ജീവിതത്തിലേക്ക് ആ അനുഗ്രഹത്തിൻ്റെ നിറവിനെ സ്വീകരിക്കാം. ഒന്നുച്ചത്തിൽ സ്തുതിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിച്ച് തമ്പുരാന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, മഹത്വം തമ്പുരാനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory, glory, യേശുവേ glory, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ ആരാധന. യേശുവേ ആരാധന. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന.